കലൂർ സ്റ്റേഡിയത്തിൽ നൃത്തസന്ധ്യ സംഘടിപ്പിച്ച മൃദംഗാവിഷന്റെ അക്കൗണ്ട് പൂട്ടി പോലീസ്. ആദായനികുതി വകുപ്പും പരിശോധന തുടങ്ങി. സംഘാടകരെ ചോദ്യം ചെയ്ത ശേഷം ദിവ്യാണി അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. അതേസമയം ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനില തൃപ്തികരമെന്നും വിദഗ്ധ സംഘം വ്യക്തമാക്കി. നടുക്കുന്ന ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഉമാ തോമസ് വീണതിന്റെ ആഘാതം. ഒപ്പം പോലീസിനും GCDAക്കും സംഘാടകർക്കും സംഭവിച്ച പിഴവുകളും ഈ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാകും. സ്റ്റേജ് നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ സമ്മതിക്കുന്നു. പക്ഷേ തട്ടിക്കൂട്ട് സംഘാടകരുടെ മാത്രം വീഴ്ചയാണോ അത്? പോലീസിനും GCDAക്കും കോർപ്പറേഷനും എല്ലാം പങ്കുണ്ടെന്നാണ് ഉയരുന്ന ആരോപണം. GCDയോട് പോലീസ് വിശദീകരണം തേടിയിട്ടുണ്ട്. GCDA അവർ കൊടുത്ത ഒരു ദിവസത്തിൻ്റെ ഇതിനെ ഏൽപ്പിച്ച ഇതിനകത്ത് കുറേ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ആ കണ്ടീഷൻസ് എത്രത്തോളം പാലിച്ചു എന്ന വിവരങ്ങളെല്ലാം പല ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നമ്മൾ എടുത്തുകൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് റിവ്യൂ ചെയ്യാനുണ്ട്. ഇപ്പോൾ മൃദംഗം മിഷന്റെ ബാങ്ക് അക്കൗണ്ടുകൾ അന്വേഷണ സംഘം മരവിപ്പിച്ചു. ദുരൂഹമായ ഇടപാടുകളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. ആദായനികുതി വകുപ്പും അന്വേഷണം ആരംഭിച്ചു. കോടതി നിർദ്ദേശപ്രകാരം മൃദംഗ മിഷൻ മാനേജിംഗ് ഡയറക്ടർ നികോഷ് കുമാർ പോലീസിന് മുന്നിൽ ഹാജരായി. വിവാദങ്ങൾക്കിടയിൽ ഗിന്നസ് നൃത്തസന്ധ്യയ്ക്ക് നേതൃത്വം നൽകിയ നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങിപ്പോയി. ഉമാ തോമസിന്റെ അപകടവുമായി ബന്ധപ്പെട്ട് പോലീസ് മൊഴിയെടുക്കാനിരിക്കുകയാണ് മടക്കയാത്ര. സംഘാടകരുടെ മൊഴിയെടുത്ത ശേഷം ദിവ്യ ഉണ്ണി അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകുമെന്ന നിലപാടിലാണ് പോലീസ്. ദിവ്യ ഉണ്ണിയിൽ നിന്നൊക്കെ മൊഴി രേഖപ്പെടുത്തുന്ന നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് പല ആൾക്കാർക്ക് പല റോൾസ് ഉണ്ടാകും. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. തുടർ അറസ്റ്റുകൾക്കും സാധ്യതയുണ്ട്. കലൂരിലെ ഈ അപകടം ഒരു പാഠമാണ് പോലീസിനും തദ്ദേശ സ്ഥാപനങ്ങൾക്കും. ഇത്തരം അപകടമുണ്ടാകുമ്പോൾ പരസ്പരം കലഹിക്കാതെ അതിനു മുമ്പ് കൃത്യമായ പരിശോധനകൾ നടത്താൻ പോലീസും തദ്ദേശ സ്ഥാപനങ്ങളും തയ്യാറാകണം. അല്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.